വർഗീയ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക. PC ജോർജ് നിരന്തരം ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും മതവിദ്വേഷം വളർത്തുന്ന പരാമർശം നടത്തിയെന്നും കോടതി. മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി 8:30 അപകടത്തിൽ പരുക്കേറ്റത് 40ഓളം പേർക്ക്. പരുക്കേറ്റവരിൽ കൂടുതലും യുവാക്കളും കുട്ടികളും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ ഉത്തരവിട്ടത്. ദേശീയ വാർത്തകൾ. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഋഷി സുനക് ഇന്ത്യയുടെ മികച്ച സുഹൃത്താണെന്ന് മോദി. ഇന്ത്യ-UK ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും മോദി. ഋഷി സുനകിനൊപ്പം ഭാര്യ അഷതാ മൂർത്തിയും 2 മക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഋഷി സുനകിന്റെ ഭാര്യ മാതാവും രാജ്യസഭാ MPയുമായ സുധാ മൂർത്തിയും ഇവർക്കൊപ്പം പങ്കുചേർന്നു. ഡൽഹി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. BJP നിയമസഭാ കക്ഷി യോഗത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വൈകിട്ട് 7 മണിക്കാണ് യോഗം. ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വൻ വിജയത്തിൽ ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് മോദി. ഗുജറാത്തിലെ ജനങ്ങൾ BJPയിൽ വീണ്ടും വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നത് പ്രവർത്തിക്കാൻ കൂടുതൽ കരുത്ത് പകരുന്നെന്നും പ്രധാനമന്ത്രി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ആഗ്ര സ്വദേശിയായ ഗ്യാനേഷ് കുമാർ. 2023 പുതിയ നിയമമനുസരിച്ച് നിയമിതനാകുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ്. കുറ്റവാളികളോ ബന്ധുക്കളോ അപേക്ഷകൾ നൽകിയില്ലെങ്കിലും ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സുപ്രീം കോടതി. പല സംസ്ഥാനങ്ങളിലും അപേക്ഷ നൽകിയവരെ മാത്രമേ ശിക്ഷ ഇളവിന് പരിഗണിക്കുന്നുള്ളൂവെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം നിലപാടുകൾ വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും കോടതി. കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സ്ഥിരം നയമില്ലാത്ത സംസ്ഥാനങ്ങൾ 2 മാസത്തിനുള്ളിൽ നയമുണ്ടാക്കണമെന്നും നിർദ്ദേശം.